വെൽക്കം ടു റിസാല അപ്ഡേറ്റ് സ്റ്റോറി മങ് സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ കൗണ്ടിങ് കഴിഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിലേക്ക് വരികയാണ്. LDFിൻ്റെ വലിയ പരാജയത്തിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിരുന്നു. അത് ഫലം വന്ന ദിവസം മുതൽ പിറ്റേ ദിവസവും നമ്മളത് വിശദമായിട്ട് പരിശോധിച്ചിരുന്നു. ഇപ്പോൾ UDF അധികാരത്തിലേക്ക് വരുന്നു. UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ കേരളത്തിൽ തുടങ്ങിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ മത്സരമാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ UDFിനെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ആസൂത്രണം, അദ്ദേഹത്തിൻ്റെ കൃത്യമായ പ്ലാനിംഗ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അതുപോലെ സംഭവിക്കുന്ന കാഴ്ച കേരളത്തിൽ കണ്ടു. സ്വാഭാവികമായും VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ ക്ലെയിമുണ്ട്. അതേസമയം മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല അവിടെയുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ MLA ആയി, ചെറുപ്രായത്തിൽ മന്ത്രിയായി, നിരവധി തവണ പാർലമെൻറ്റ് അംഗമായി, MLA ആയി, KPCCയുടെ അധ്യക്ഷനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിലെയും പാർലമെൻ്ററി പൊളിറ്റിക്സിലെയും പരിചയവും സീനിയോറിറ്റിയും അത് പരിഗണിക്കേണ്ടതുണ്ടോ? അദ്ദേഹവും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഒരുപക്ഷെ വോട്ടെടുപ്പിന് ശേഷം ഏറ്റവും പൊടുന്നനെ ഉയർന്ന പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് KC വേണുഗോപാലിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. KC വേണുഗോപാലാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപവൽക്കരിച്ചത്. ഈ പറയുന്ന UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചരടുവലികൾ നടത്തിയത്, സ്ഥാനാർത്ഥി പട്ടികയെ നിശ്ചയിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകിയത് KC വേണുഗോപാലാണ് എന്ന മട്ടിൽ കോൺഗ്രസിലെ തന്നെ നിലവിൽ MLA മാരായ പലരും ഫേസ്ബുക്ക് കുറിപ്പുകളോ സാമൂഹ്യ മാധ്യമ കുറിപ്പുകളോ ഇടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എത്തുന്ന UDFിനെ സംബന്ധിച്ച് ആദ്യത്തെ വെല്ലുവിളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഘടകകക്ഷികൾക്കുള്ള മന്ത്രിസ്ഥാനം, കോൺഗ്രസിനുള്ളിലെ തന്നെയുള്ള മന്ത്രിസ്ഥാനം, ഇതെങ്ങനെ വിഭജിക്കപ്പെടും എന്നുള്ളതാണ്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിൽ മുൻവിധികളില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ 3 പേർക്കും അവരവരുടേതായിട്ടുള്ള ക്ലെയിമുകളുണ്ട്. പക്ഷേ പൊതുജനത്തിൻ്റെ മുൻപിൽ അവർ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടിരിക്കുക VD സതീശനെ ആയിരിക്കും എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. ഇത് മുൻനിർത്തിയാണ് ഈ ചർച്ച. സുനിലിന് എന്താ തോന്നുന്നത്? കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പോൾ 3 പേർ മത്സരിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ MLA മാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതായത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടിയിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA മാരായിരിക്കുന്ന അംഗങ്ങളിൽ ഒരു അവരുടെ ഒരു അഭിപ്രായം തേടുകയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിന് മുൻതൂക്കം കിട്ടും. കാരണം AICC ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, സ്ഥാനാർത്ഥികളായി മത്സരിച്ച കോൺഗ്രസ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടൽ, ഇതൊക്കെ അവിടെയുണ്ട്. ആ നിലയ്ക്ക് MLA മാരുടെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിന് മുൻതൂക്കം കിട്ടും എന്നുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ട ആളുകളുണ്ട്. അവർക്കിടയിലാണ് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് നിയമസഭാ കക്ഷി അംഗങ്ങൾ തീരുമാനിക്കേണ്ടത്. ആ നിലയിൽ 2 പേരാണുള്ളത്. ഒന്ന്, ഈ പ്രചാരണം മുഴുവൻ നയിച്ച VD സതീശനാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു ടീം UDF എന്നൊരു പ്രഖ്യാപനവുമായി 100 സീറ്റിലധികം കടക്കും എന്ന് ഉറപ്പ്, അതൊരു വലിയ സാഹസികമായ പ്രഖ്യാപനമായിരുന്നു. പക്ഷേ 100 സീറ്റിനപ്പുറം കടന്നു എന്നുള്ളൊരു റിയാലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല വളരെ സീനിയറായൊരു നേതാവാണ്. ദീർഘകാലമായി കോൺഗ്രസിനെ നയിക്കുന്ന ഒരാളാണ്, ഭരണപരിചയമുള്ള ഒരാളാണ്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിരുന്നു. 28ാമത്തെ വയസ്സിലെ മറ്റേ AICC കേന്ദ്രമന്ത്രിയായിട്ടില്ല, സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ AICC അംഗമൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ആ നിലയിലുള്ള രാഷ്ട്രീയവും ഭരണപരവുമായ പരിചയമുള്ള ഒരാളാണ്. ഇവർക്കിടയിലാണ് യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരുമെന്നാണ് അറിയുന്നത്. MLA മാരുടെ എല്ലാം എത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2 പേർക്കിടയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പ് അവരുടെ നിർദ്ദേശപ്രകാരം, നിയമസഭാ കക്ഷി അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം, അവരുടെ തീരുമാനപ്രകാരം, ഭൂരിപക്ഷ തീരുമാനപ്രകാരം ആരെയാക്കണം എന്നുള്ളൊരു ഒരു തീരുമാനമുണ്ടാക്കിയിട്ടത് ഹൈക്കമാൻഡിന് കൈമാറുകയാണ് ചെയ്യുന്നത്. ആ ഹൈക്കമാൻഡ് ഇവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്.
പക്ഷേ ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാൽ ഇതിൻ്റെ ഇടയിൽ വന്ന് ചാടിയിട്ടുണ്ട്. കെ സി വേണുഗോപാൽ സംബന്ധിച്ച് കേരളത്തിൽ ഡൽഹിയിൽ ഇനി നിന്നിട്ട് വലിയ കാര്യമില്ല. മാത്രമല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായി നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, ഒരു പദവിയാണ്. അപ്പോൾ അത് ഇനിയൊരു അവസരം എപ്പോൾ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവസരം കിട്ടുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ കെ സി വേണുഗോപാലിൻ്റെ അനുയായികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡിലുള്ള സ്വാധീനം കൂടിയാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലും കൂടിയാണ്. അപ്പോൾ കെ സി വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകണം എന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയും ഒക്കെ ഉൾപ്പെടുന്ന സോണിയാഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന ഹൈക്കമാൻഡ് സപ്പോർട്ട് ചെയ്യുമോ അതോ കുറച്ചുകൂടെ ഒരു ഫാർ സൈറ്റഡ് ആയൊരു വിഷനിൽ അവർ കാര്യങ്ങൾ തീരുമാനിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇതിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ ചില പാഠങ്ങൾ നേരത്തെ ഉണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരല്ലാതെ പാർട്ടിയെ പ്രചാരണത്തിൽ നയിച്ച നേതാക്കന്മാരല്ലാത്ത ആളുകളെ ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ അവരുടെ മുന്നിലുണ്ട്. മധ്യപ്രദേശുണ്ട്, രാജസ്ഥാനുണ്ട്, ഹരിയാനയുണ്ട്, തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ സംഭവിച്ചത് അവർ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ അധികാരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പുറത്തേക്കുള്ള വഴിയായിരിക്കും ആദ്യം തന്നെ കെ സി വേണുഗോപാലിനെ പോലെ. കെ സി വേണുഗോപാലിൻ്റെ കഴിവിലുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല, കഴിവുള്ള ആളാണ്, വലിയ ലീഡറാണ്, ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രിയായി ശോഭിക്കാനൊക്കെ കഴിയുന്ന ആളാണ്. പക്ഷേ ഇത്തരമൊരു ഒരു നീക്കം നടത്തിയാൽ അത് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഇപ്പോൾ നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന AJ ഫിലിപ്പിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. അതിൽ അദ്ദേഹം കെ സി വേണുഗോപാലിനൊരു തുറന്ന കത്താണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും കേരളത്തിൻ്റെ പ്രചരണത്തിൽ ഇൻവോൾവ് ചെയ്ത ഒരാളെന്ന നിലയ്ക്കും ഏറ്റെടുക്കുകയാണെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആസാമിലെ പരാജയവും ബംഗാളിലെ പരാജയവും തമിഴ്നാട്ടിലെ പരാജയവും പുതുച്ചേരിയിലെ പരാജയവും കൂടി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് AJ ഫിലിപ്പ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വളരെ കൃത്യമായൊരു മെസ്സേജാണ് AJ ഫിലിപ്പ് പറയുന്നത്. കാരണം ഈ വിജയത്തിൻ്റെ ഉത്തരവാദി നിങ്ങളല്ല, അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ കേരളത്തിൻ്റെ ജനങ്ങളുമായി സംവദിക്കുകയും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുകയും കേരളത്തിലെ വിഷയങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് വെല്ലുവിളിയാകുന്ന വിധത്തിൽ ഉന്നയിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ ലീഡർഷിപ്പാണ് എന്ന് AJ ഫിലിപ്പ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മാറിക്കൊണ്ടൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ? പ്രത്യേകിച്ച് 102 സീറ്റിലെ വലിയ വിജയം അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ്സിന് സംസ്ഥാന നിയമസഭയിലേക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ സീറ്റ് 1960-ൽ 63, ഇപ്പോൾ 63. ചരിത്രത്തിലെ ഏറ്റവും പരമാവധി സീറ്റുകളാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത്. അത്തരമൊരു വിജയത്തിൻ്റെ മുന്നിൽ നിൽക്കെ ഈ വിജയത്തിന് കാരണക്കാരായ നേതാക്കളെയും അതിനുവേണ്ടി മത്സരിച്ച ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ ഇങ്ങോട്ട് ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമാണോ? എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. ഈ 3 നേതാക്കളുടെയും ക്ലെയിമിന് പക്ഷേ ഭാഗികമായ സാങ്കത്യമുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ ഒരു രീതി അനുസരിച്ച് വേണമെങ്കിലൊരു കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വഴി എന്ന മട്ടിൽ പോലും അത് ചെയ്യാം. ആ വിധത്തിൽ വേണമെങ്കിൽ കെ സി വേണുഗോപാലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. കെ സി യഥാർത്ഥത്തിൽ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു ശ്രമം നടത്തിയിരുന്നു. MP-മാരെ മത്സരിപ്പിക്കുക എന്ന ആദ്യത്തെ പ്രപ്പോസലിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MP-മാർ മത്സര രംഗത്തേക്ക് വരാനുള്ള ശ്രമമാണ് ആദ്യം നടന്നത്. അന്ന് MP-മാരിൽ തന്നെ പെട്ട ചിലരാണ് അത് പാടെ ബ്ലോക്ക് ചെയ്യുകയും ഹൈക്കമാൻഡുമായി ഒക്കെയായി ബന്ധപ്പെട്ട് അതിനെ പല വിധേന തടഞ്ഞതും. യഥാർത്ഥത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ വളരെ പരസ്യമായി തന്നെ അത് ഇവിടെ ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് പറയുകയും ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് പോലും കാരണമാകും എന്ന പേടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ശ്രമം അന്ന് ഉപേക്ഷിച്ചത്. പക്ഷേ കെ സി വേണുഗോപാൽ രണ്ടാമത് ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഘടനാകാര്യ സെക്രട്ടറി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരവും തെരഞ്ഞെടുപ്പിനെ ഫണ്ട് ചെയ്യുന്നതിനുള്ള അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിലും അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കാര്യമായി ഇടപെട്ടു. ഏതാണ്ട് തനിക്ക് ഭൂരിപക്ഷം പാർലമെൻ്ററി പാർട്ടിയിൽ കിട്ടുന്ന വിധത്തിൽ അദ്ദേഹത്തെ പിന്തുണക്കുമെന്ന് ഉറപ്പുള്ള ആളുകളെ, ചിലരോടെല്ലാം ജയിച്ചു വന്നാൽ എന്നെ പിന്തുണക്കണം എന്ന ഉപാധി വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുകയും ആ ലിസ്റ്റ്
ഒരുപക്ഷെ സതീശൻ്റെ ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലിസ്റ്റാണ് ഫൈനൽ ലിസ്റ്റായി വന്നത്. രണ്ടുപേർക്കും സ്വാധീനമുള്ള ലിസ്റ്റാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് 45ഓളം MLA-മാർ കെ സി വേണുഗോപാലിനോട് കമ്മിറ്റഡാണ്. അവർ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരവസരം വന്നാൽ നിങ്ങളെ പിന്തുണക്കും എന്ന് വാക്ക് കൊടുത്ത 40-ൽ മേലെ MLA-മാരുണ്ട് കോൺഗ്രസിന്. 63 പേരിൽ 40ഓളം പേർ ഒരു മത്സരം വന്നാൽ കെ സി വേണുഗോപാലിന് വേണ്ടി കൈ ഉയർത്താൻ നേരത്തെ കമ്മിറ്റ് ചെയ്ത ആളുകളാണ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു സാങ്കത്യം, അങ്ങനെ ഒരു ക്ലെയിം യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിനുണ്ട്. സാങ്കേതികമാണത്, പാർലമെൻ്ററി, പക്ഷേ നിയമപരമാണ്. പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം എന്നത് ആ ഒറ്റ സാങ്കേതികതയിൽ ഊന്നുകയാണെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിന് വിജയം കിട്ടിയേക്കാം. അത് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് അല്ലാതെയുള്ള ഒരു മീറ്റിംഗ് നടത്തണം എന്ന മട്ടിലാണ് ഇപ്പോൾ ആവശ്യമായിരുന്നത്. രമേശ് ചെന്നിത്തലയുടെ ക്ലെയിം എന്നത് കുറെ കൂടി ഇമോഷണലാണ്. യഥാർത്ഥത്തിൽ രമേശ് ഈ പറഞ്ഞ പോലെ വളരെ ഈ നിലവിലുള്ള 3 പേരിൽ വളരെ സീനിയറായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് ഒരു ക്ലോഷർ കിട്ടിയിട്ടില്ല എന്നും വേണമെങ്കിൽ പറയാം. 2011 അദ്ദേഹത്തിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പകുതി പിന്നിടുമ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിക്കോളാം എന്നാണ്, എൻ്റെ ആത്മകഥയിൽ എഴുതാനുള്ളതാണ്. അതേസമയം അത് നിഷേധിച്ചില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 2011 സർക്കാരിൻ്റെ പകുതി പിന്നിടുമ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാം എന്ന്. ആ ഓഫറിൻ്റെ കൂടി, ആ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അന്ന് മന്ത്രിസഭയിൽ ചേരാതിരുന്നത്, ആദ്യഘട്ടത്തിൽ ചേരാതിരുന്നത്. പിന്നീട് അത് നടപ്പാക്കപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി താക്കോൽ സ്ഥാനത്തേക്ക് വലിയ കോലാഹലങ്ങൾക്ക് ശേഷം കയറിയിരിക്കുകയാണ് ചെയ്തത്. ഇത് ഒന്ന് ഇമോഷണലാണ്, ഒന്ന് സാങ്കേതികമായി ഉള്ള ക്ലെയിമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് VD സതീശനെ മുന്നിൽ നിർത്തിയാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. VD സതീശനാണ് ഇതിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. VD സതീശൻ്റേതാണ്. നേരത്തെ രാജീവ് പറയുമ്പോൾ കെ സി വേണുഗോപാലിന് സ്ട്രാറ്റജിയിൽ പങ്കുണ്ടാകാം, പക്ഷേ അത് പണം വിതരണം ചെയ്യുന്നതിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുക്കുന്നതിലുമൊക്കെയാണ്. ജനങ്ങളുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചു. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷനുണ്ട്. നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുന്നതിലോ ഒരുപക്ഷെ പ്രതിരോധത്തിലാക്കുന്നതിലോ VD സതീശൻ വലിയ പങ്ക് വഹിച്ചിന്. ഇതൊക്കെ വസ്തുതയാണ്. പക്ഷേ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം കേരളത്തിൽ ഏത് വിധത്തിലാണ് എന്ന് നമുക്കറിയാം. ആ ഒരു സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് ഇലക്ഷനിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില മറ്റ് കാരണങ്ങളുണ്ട്. ഈ ഇലക്ഷൻ റൺ ചെയ്യണമെങ്കിൽ വേണ്ടിവരുന്ന വലിയ ചെലവുണ്ട്. ഈ ചെലവിനെ വളരെ ആ ചെലവ് നിർവഹിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു പണി കെ സി വേണുഗോപാൽ എടുത്തില്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വം AICC കൊടുത്ത ഫണ്ട് മാത്രമല്ല, അതായത് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പരാതികളുണ്ട്. അതുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി കൊടുത്ത പണമോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ വേണ്ടി പുറത്തു നിന്ന് കിട്ടിയ സഹായമോ ചാനലൈസ് ചെയ്ത് സ്ഥാനാർത്ഥികൾക്ക് എത്തിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ചിലർക്ക് എത്തിച്ചു കൊടുത്തില്ല, ചിലർക്ക് നിഷേധിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല പല അതൊരു സാങ്കേതികത്വം മാത്രമാണല്ലോ. ജനങ്ങൾക്കതിൽ പങ്കൊന്നുമില്ലല്ലോ. ജനം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു ചെന്നത് VD സതീശനാണ്. അതുപോകട്ടെ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ VD സതീശന് മന്ത്രിസഭയിലേക്ക് ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അത് അന്ന് നിഷേധിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ സതീശൻ്റെ കരിയർ എടുത്താലും ഈ ഒരു ക്രൈസിസ് ഉണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് കിട്ടേണ്ട, പാർട്ടിക്കകത്ത് തന്നെ കിട്ടേണ്ട സ്ഥാനം അവസാന നിമിഷം തട്ടിത്തെറിപ്പിക്കപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട്. VS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നിയമസഭയുടെ ഫ്ലോറിൽ പ്രതിപക്ഷത്തെ നിയന്ത്രിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത്, ഫ്ലോർ മാനേജ്മെന്റിന് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത് സതീശനാണ്. വലിയ ഫോഴ്സോടുകൂടി അത് നടപ്പാക്കിയത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ചാരെ നിന്ന് ആ പ്രതിപക്ഷ പ്രവർത്തനം നടത്തി വിജയത്തിലേക്ക് വന്നെങ്കിലും 2011 VD സതീശന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. ആ സമയത്ത് ധനമന്ത്രിയായിരുന്ന ഈ VS സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും VD സതീശനും തമ്മിലുള്ള വലിയ തർക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2011 സർക്കാർ വരികയാണെങ്കിൽ VD സതീശൻ ഒരുപക്ഷെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാകും കരുതപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും 2011 ഉമ്മൻചാണ്ടി വന്നപ്പോൾ VD സതീശന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അതിനുശേഷമുള്ള ഇപ്പം ഉമ്മൻചാണ്ടിയുടെ തന്നെ പിന്നെ രമേശിന്റെയും നേതൃത്വം എന്നത് പരാജയപ്പെട്ടു.
വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം ഒന്നിച്ച് പാർട്ടിക്കകത്തും പാർലമെൻ്ററി പ്രവർത്തനത്തിലും ഹൈക്കമാൻഡ് തീരുമാനിച്ചൊരു മാറ്റമാണ്. അതിൽ പാർലമെൻ്ററി വിഭാഗത്തിൻ്റെ മുഖമാണ് സതീശനാണ് മുന്നിൽ നിന്ന് ഇത് നയിച്ചത്. ആ തീരുമാനം ശരിയാണ് എന്ന് സതീശൻ തെളിയിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ നമ്മൾ കണ്ടു. ഈ സതീശൻ്റെ ഒരു പ്രത്യേകത, ഒരു തെരഞ്ഞെടുപ്പ് ഫീൽഡിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കാനും അത് ഒരുപക്ഷെ അഡ്വഞ്ചറസ് എന്ന് നമുക്ക് തോന്നാവുന്ന വിധത്തിൽ അങ്ങ് പബ്ലിക്കായി പറയും. ഇതിൻ്റെ തൃക്കാക്കരയിൽ PT മരിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഭൂരിപക്ഷമാണ് പറയുന്നത്. ഈ ഭൂരിപക്ഷത്തിന് ജയിക്കും, ആ ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജില്ല കൂടി ആയതുകൊണ്ട് ഓൺ ചെയ്തെടുക്കുകയാണ്. ഈ ഭൂരിപക്ഷം ഇത്രയും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിക്കും, ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് എല്ലാ ഉപതെരഞ്ഞെടുപ്പിനും പറഞ്ഞു. നിലമ്പൂരും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും സീറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞു. ഇത്രയും സീറ്റാണ് ലക്ഷ്യം എന്നത്. സീറ്റിന്റെ കാര്യത്തിൽ മാധ്യമങ്ങളോട് ഈ കണക്ക് പറയുക മാത്രമല്ല, ഘടകകക്ഷികൾക്കിടയിൽ അതിനുള്ള ഏകോപനമുണ്ടാക്കി, സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ വിധത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കി, വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതിനുള്ളൊരു പദ്ധതി ഉണ്ടാക്കി, ഒടുവിൽ 102 സീറ്റ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ UDF രൂപീകരിച്ചതിന് ശേഷമുള്ള ഹയസ്റ്റ് നമ്പറാണ് കോൺഗ്രസിൻ്റെതും മുസ്ലിം ലീഗിൻ്റെതും UDFൻ്റെതും ഹയസ്റ്റ് ടാലിയിൽ നിൽക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ ഒരാൾ എന്ന നിലയിൽ സ്വാഭാവികമായും ജനങ്ങളുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ചോയ്സ് എന്നത് VD സതീശനാണ്. മാത്രമല്ല സതീശൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് മുഴുവൻ ഡേ 1 മുതൽ ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്ന മട്ടിലാവുക. അതായത് ഈ പരാജയത്തിലേക്കുള്ള ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് പോലെയാകും യഥാർത്ഥത്തിൽ. അത് ജനങ്ങളുടെ ഒരു മൻഡേറ്റിനെ അവിടെ എനിക്കൊരു പ്രശ്നമുണ്ട് സുനിലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കർണാടകയാണ് തൊട്ട് മുമ്പ് ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ കർണാടകത്തിൽ BJP അധികാരത്തിലിരിക്കെ BJPയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാൻ പാകത്തിലുള്ള സകല പ്രവർത്തനങ്ങളും നടത്തിയ DK ശിവകുമാർ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് KPCCയുടെ പ്രസിഡൻ്റായിരുന്നു DK ശിവകുമാർ. പ്രചാരണം നയിച്ചത്, അജണ്ട നിശ്ചയിച്ചത്, എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്, ഫണ്ട് ചെയ്തത് എല്ലാം DK ശിവകുമാറായിരുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ് DK ശിവകുമാറിൻ്റെ കൺട്രോളിലായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പോലും DK ശിവകുമാറിൻ്റെ താല്പര്യത്തിനനുസരിച്ചായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിലേക്ക് വരുമ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. പക്ഷേ സിദ്ധരാമയ്യെ സംബന്ധിച്ച് വേറൊരു ആസ്പെക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ സിദ്ധരാമയ്യ ജനങ്ങളുമായി വലിയ തോതിൽ ബന്ധമുള്ള നേതാവായിരുന്നു. മറ്റ് കമ്മ്യൂണിറ്റി ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ സിദ്ധരാമയ്യക്ക് കുറെ കൂടെ ബെറ്റർ. അത് മാത്രമല്ല കർണാടക അങ്ങനെ ഒരു ഉദാഹരണം സാങ്കേതികമായി അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷേ കേരളത്തിന്റെ മറ്റുദാഹരണങ്ങളിൽ നിന്ന് കർണാടക കുറച്ചുകൂടി ഡിഫറൻ്റ് ആയി നിൽക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാൾ എന്നെ വിളിച്ചു, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ VD സതീശനല്ല ഇത്തവണ മുഖ്യമന്ത്രിയെങ്കിൽ കോൺഗ്രസ് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് അന്വേഷിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് അനുവദിച്ചു കൊടുക്കില്ല എന്ന് വളരെ ഓപ്പണായി പറയും. ഇത് എന്നോട് പറഞ്ഞത് മാത്രമല്ല, ഇത് ആ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ. അങ്ങനെ VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചെടുത്തത് VD സതീശനാണ് എന്ന് MLA-മാർക്ക് അവരുടെ കാര്യസാധ്യമുണ്ട്. മറിച്ച് അടിത്തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഒരു ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, 10 വർഷത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നു, അതിൻ്റേതായ അധികാര അവകാശങ്ങൾ അവർക്ക് കൊടുത്തു എന്നുള്ളത് അത് VD സതീശനാണ് എന്നുള്ളൊരു ബോധ്യത്തിലാണിത് പറയുന്നത്. പല കോൺഗ്രസ്സുകാരും ഇത് പറയുന്നുണ്ട്. ഇയാളല്ല എങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ടാകില്ല എന്നുള്ളൊരു മെസ്സേജ് പാർട്ടിക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കർണാടകയുമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനവുമായോ കേരളത്തിലൊരു പൊളിറ്റിക്സിനെ നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മേൽത്തട്ടിലുള്ളൊരു സംഘടനാ രൂപം മാത്രമാണ്. അടിത്തട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ പങ്കൊന്നുമില്ല. അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. ഇവിടെ പോലും അത് അങ്ങനെ തന്നെയാണല്ലോ. മേൽത്തട്ടിലുള്ള ഒരു നേതൃതല എന്നുള്ള ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുക്കുക. അല്ല, അടിത്തട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വലിയ തോതിലുള്ള ജനപിന്തുണ എന്നത് അവിടെയുണ്ട്. സംഘടനാ സംവിധാനം എന്നുള്ള ഇപ്പൊ നമ്മൾ കോഴിക്കോട് തന്നെ ഒരു ഉദാഹരണം, നമ്മളിരിക്കുന്ന കോഴിക്കോട് തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. കോഴിക്കോട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അത്രത്തോളം വലിയ സംവിധാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാട്ടെ MLA വന്ന് മത്സരിക്കുമ്പോൾ
ആ ഇലക്ഷൻ റൺ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗാണ്. അതിന് മുമ്പ് കെ മുരളീധരൻ വന്ന് വടകരയിൽ മത്സരിക്കുമ്പോഴും ആ ഇലക്ഷൻ റൺ ചെയ്യുന്നത് കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗാണ്. കാരണം കോഴിക്കോട് മാത്രമല്ല, മലബാറിൽ പലയിടത്തും മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, അല്ലെങ്കിൽ കൊല്ലം, തിരുവനന്തപുരം, ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അത്രത്തോളം മെച്ചമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, സംഘടനാ സംവിധാനത്തിന്റെ തകർച്ചയെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗിലൂടെയാണ്. അത് നമ്മൾ അത് കാണാതിരുന്നിട്ട് കാര്യം. മാത്രമല്ല, ഈ പറഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വലിയ സീറ്റുകൾ ആ പ്രാദേശിക തലത്തിൽ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട്. അവരുടെ സംഘടനയെ സജീവമാക്കിയത് പഴയൊരു ബൂത്ത് ലെവൽ പ്രവർത്തനമല്ല ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് മാത്രമല്ല, നേതൃനിരയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സാഹചര്യം മാറിക്കഴിഞ്ഞു. അതിന് ജനങ്ങളെ കൂടി കുറെ കൂടി ബോധ്യപ്പെടുത്തണമെന്ന സാഹചര്യം പുതിയ കാലത്തുണ്ട്. അതുകൊണ്ട് പോപ്പുലർ മാൻഡേറ്റ് എന്താണോ അതിനനുസരിച്ച് പെരുമാറുന്നതിന് പകരം അതിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ നിമിഷം മുതൽ ജനം എതിരാകും എന്നതാണ്. നമ്മളത് ഒരു പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ ക്ഷമിച്ചേക്കും. അവിടെ സുനിൽ, ഞാൻ അതിലേക്കാണ് ഞാൻ വന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വി.ഡി. സതീശൻ ഷുവറായിട്ടും കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. പല കാര്യങ്ങളിലും ഡിസിസീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്ലെയിം അവിടെയുണ്ട്. കെ.സി. വേണുഗോപാൽ വേറൊരു നിലയ്ക്ക് എം.എൽ.എമാർ, ഇപ്പോൾ നിയുക്ത എം.എൽ.എമാർക്കിടയിൽ ഭൂരിപക്ഷമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പ്രസൻസ് അവിടെയുണ്ട്. ഇതിനിടയിൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല വരാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഞാനത് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കെ.സി. വേണുഗോപാലിനെയും വി.ഡി. സതീശനെയും അപേക്ഷിച്ച് ഒരു പക്ഷേ യു.ഡി.എഫിൻ്റെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്കും യു.ഡി.എഫിൻ്റെ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്കും കുറേ കൂടെ ഫ്ലെക്സിബിളായിട്ട് നയിക്കാൻ കഴിവുള്ള ഒരു പ്രാപ്തിയുള്ള അനുഭവപരിചയമുള്ള, ഇപ്പം എ.കെ. ആന്റണിയോടൊപ്പം, കെ കരുണാകരനോടൊപ്പം, ഉമ്മൻചാണ്ടിയോടൊപ്പം ഒക്കെ പ്രവർത്തിച്ച്, ലീഗിൻ്റെ തന്നെ പല നേതൃനിരയോടൊപ്പം പ്രവർത്തിച്ച്, മറ്റ് ഘടകകക്ഷികളുടെ പല നേതാക്കന്മാരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ അനുഭവ പരിചയമുള്ള രമേശ് ചെന്നിത്തല ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളം? സാധ്യത നിലവിലുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ അത്. പക്ഷേ അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ്റെ സമ്മതത്തോടു കൂടി അത് നടക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നടന്നാൽ അത് കോൺഗ്രസ്സിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല. അതല്ല, വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള നിർബന്ധമുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും ഉണ്ടെങ്കിൽ, അത് അനുവദിച്ചു കൊടുത്തില്ല എങ്കിൽ അത് വലിയ കലാപത്തിലേക്കായിരിക്കും കോൺഗ്രസിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനവർ നിൽക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു ക്രൈസിസ് പീരീഡിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നാളെ കൊണ്ടുവന്ന സ്ഥിതി കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. എ.കെ. ആന്റണി ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്, ചാർട്ടേഡ് വിമാനത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനം. അത് പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ക്രൈസിസ് പീരീഡിലായിരുന്നു. വലിയ തോതിൽ കോൺഗ്രസിലെ അഭിപ്രായ നഷ്ടം ഉണ്ടാകുന്നു, വിശ്വാസ തകർച്ച ഉണ്ടാകുന്നു, അഴിമതിയെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ വരുന്നു. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് എ.കെ. ആന്റണിയെ കൊണ്ട്. എ.കെ. ആന്റണിക്കെന്നുണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പം നമുക്കത് അങ്ങനെ എടുക്കാൻ പറ്റുമെന്നറിയില്ല, ആദർശധീരനായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, അഴിമതിരഹിതനായ ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള വലിയ പ്രതിച്ഛായയും എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ എന്നുള്ള നിലയ്ക്കുമായിരുന്നു. പക്ഷേ അന്ന് കരുണാകരൻ്റെ പ്രതിച്ഛായയൊക്കെ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു. അങ്ങനെ ഒരു പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ എ.കെ. ആന്റണിയെ കൊണ്ട്. ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ആവശ്യം കേരളത്തിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ ഇത് ഒരു സീനിയർ നേതാവ് എന്ന നിലയ്ക്ക് മികച്ച പ്രതിച്ഛായയുള്ള ഒരു നേതാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഇലക്ഷൻ റൺ ചെയ്തത്, അദ്ദേഹമാണ് ഇലക്ഷൻ ഫൈറ്റ് ചെയ്തത്, അദ്ദേഹമാണ് ജയിച്ചു നിൽക്കുന്നത്, അദ്ദേഹം പറഞ്ഞത്ര സീറ്റുകളിലാണ് ജയിച്ചു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പ്രതിച്ഛായ നഷ്ടം വിചാരിച്ചിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അങ്ങനെ അത്ര മെച്ചപ്പെട്ട പ്രതിച്ഛായല്ല കെ.സി. വേണുഗോപാലിനുള്ളത്. എ.കെ. ആന്റണിക്ക് അന്നുണ്ടായിരുന്ന പ്രതിച്ഛായൊന്നും കെ.സി. വേണുഗോപാലിനില്ല. മറിച്ച് ഒരു തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളൊരു ഇമേജാണുള്ളത്. അതുകൊണ്ട് അതത്ര ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ നേതാവാകട്ടെ എന്ന് കോൺഗ്രസ്സുകാർ ആലോചിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച വി.ഡി. സതീശൻ സമ്മതിക്കുകയാണ്. അതിനുമപ്പുറം അത്തരത്തിലൊരു ധാരണ നേരത്തെ ഒരു 2-3 വർഷം മുമ്പ് തന്നെ അടുത്തൊരു ടേം യു.ഡി.എഫിന് കിട്ടുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ രമേശ് ചെന്നിത്തല 2011 നഷ്ടം പരിഹരിക്കാൻ ആദ്യ പകുതിയിൽ രമേശ് ചെന്നിത്തലയും രണ്ടാം പകുതിയിൽ സതീശനും എന്നൊരു അലിഖിതമായ ധാരണ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതുകൂടി പരിഗണിച്ച് രമേശ് ചെന്നിത്തല കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്നല്ല, കോൺഗ്രസ് ഈ പറഞ്ഞതിൽ വളരെ പ്രധാനമാണ്, സതീശന്റെ സമ്മതത്തോടു കൂടി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി എന്നത് അസാധ്യമാം വിധത്തിൽ ഒരു പോപ്പുലാരിറ്റി സതീശന് കൈവന്നിട്ടുണ്ട്. അത് പോസ്റ്റ് റിസൾട്ട് കൂടിയിട്ടേ ഉള്ളൂ. അതാണ് പാർട്ടിക്കകത്തുള്ളൊരു സ്വാധീനമല്ല. ഈ സമ്മതം എന്ന് പറയുന്നത് അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ
വി ഡി സതീശനെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ബഷീർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഉടനീളം നിഷേധിക്കപ്പെട്ട അവസരങ്ങളുടെ ഒരു വലിയ കണക്ക് വി ഡി സതീശന് നിരത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നിഷേധിക്കപ്പെട്ട അവസരങ്ങളുടെ ഒരു കണക്ക് നിരത്തുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് ഇനിയും ഒരു അവസരം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയും എന്ന് അല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടും അയാൾ ഈ പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കിയിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 2001 മുതൽ 2016 വരെയുള്ള കാലത്ത് ഗവൺമെന്റിനെ ഉമ്മൻചാണ്ടി സർക്കാരിനെയും അത് വേറൊരു തരത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് വിമർശിക്കുന്ന മുന്നിൽ നിന്നൊരാളാണ്. വലിയൊരു ക്രൈസിസിലേക്ക് എത്തിച്ചു. പക്ഷെ അത് തന്നെയാണ് വി ഡി സതീശന് മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് നമ്മൾക്ക് വിചാരിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെടാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ട്രിഗർ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് സതീശനെ സമ്മതിപ്പിക്കുകയും ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന് അവസരം കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു പക്ഷേ സതീശന് വഴങ്ങേണ്ടി വരും. അങ്ങനെ വഴങ്ങിയാൽ ആ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. താൽക്കാലികമായി പരിഹരിക്കും. ഇതിനകത്തുള്ള ഫ്രിക്ഷൻ നിലനിൽക്കും. വേണുഗോപാൽ വരിക എന്നതൊരു മൂന്നാമത്തെ ചാൻസ് മാത്രം. പക്ഷേ അതിന് വേറെയും പ്രതിസന്ധി ഉണ്ട്. വേണുഗോപാൽ MLA അല്ല. വേണുഗോപാൽ വന്നാൽ ആദ്യം ആലപ്പുഴയിലെ MP സ്ഥാനം രാജിവെക്കണം. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു MLA രാജിവെക്കണം. അവിടെ മത്സരിച്ച് വിജയിക്കണം. ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അവിടെയും വിജയിപ്പിച്ചെടുക്കണം. ജനങ്ങൾ അത്രയും ഒരു സൈക്കിൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ജനം ഒരു പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ അത്ര പുതുമയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ 1996 ആലപ്പുഴയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ ജനപ്രതിനിധി ഒന്നും ആയിരുന്നില്ല. പക്ഷേ രാജിവെപ്പിച്ച് നയനാർ MP അല്ല, അതുപോലെ തന്നെ ആന്റണി MP അല്ല. മാത്രമല്ല ആന്റണി കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന തീരുമാനത്തിന് ശേഷമാണ്. ആന്റണി MP ആയിരുന്നു. തിരുരങ്ങാടിയിൽ മത്സരിച്ചിട്ടാണ് ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് 1991 മുതൽ 96. അന്ന് ആന്റണി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് കേരളത്തിൽ മുഖ്യമന്ത്രി. ആന്റണി രാജ്യസഭ വഴിയാണ് ആയിരുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യം വന്നില്ല. ലോക്സഭയിലേക്ക് ഉണ്ടായില്ല. പക്ഷേ തിരൂരങ്ങാടിയിൽ മത്സരിച്ച് ജയിച്ചാണ് വന്നത്. ഉപതെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമല്ല. മാത്രമല്ല ആന്റണി വരുന്നു, പിന്നെ വളരെ ആഘോഷപൂർവ്വം മുസ്ലിം ലീഗ് ഇവിടെ സ്വീകരിക്കുന്നു. 25,000 മേലെ വോട്ടുകൾക്ക് വിജയിപ്പിച്ച് അതില് ഒരു കൺഫ്യൂഷനോ കോൺഫ്ലിക്റ്റോ ഒന്നുമില്ല. ഇതല്ല. ഇവിടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഒരാൾ ആദ്യം ഒരു പൊസിഷൻ രാജിവെക്കണം, പിന്നെ മറ്റൊരാൾ പൊസിഷൻ രാജിവെക്കണം, അവിടെ അയാൾ മത്സരിച്ച് വിജയിപ്പിക്കണം. ഇതിന്റെ ലെജിറ്റിമസി പൂർത്തിയാകണമെങ്കിൽ രാജിവെച്ച ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് അതിൽ എവിടെ വെച്ചും ജനത്തിന് അവിടെ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഇതിൽ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു സംഗതി, പാർട്ടിക്കകത്ത് മാത്രം അല്ല, മുന്നണിക്കകത്ത്. അപ്പോൾ മുന്നണിക്കകത്ത് മുസ്ലിം ലീഗ് വി ഡി സതീശൻ വരാനാണ് താല്പര്യം എന്നുള്ളൊരു സൂചന ഇപ്പോൾ തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അത് പുറത്തു വന്നതാണ്. അവർ പല വഴിക്കും അത് പുറത്തു വന്നിട്ടുണ്ട്. ഇനി മുന്നണിക്കകത്തല്ല, ബാഹ്യമായ സമ്മർദ്ദങ്ങളുണ്ട്. ഇപ്പം ഇന്ന് NSSൻ്റെ നേതാവ് സുകുമാരൻ നായരുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താണ്, ഭരണപരിചയമുള്ള ഒരാൾ ആണ് വരേണ്ടത്. രണ്ടാമത് ഒരു ചോദ്യത്തിന് പറയുന്നുണ്ട്, വി ഡി സതീശനുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലോ. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ സമദൂരമായിരുന്നു, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വി ഡി സതീശനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ദ്രോഹിക്കാത്തൊരു സമുദായ നേതാവ്. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി വി ഡി സതീശനെയും കോൺഗ്രസിനെ മന്ത്രി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് തന്നെ UDF യഥാർത്ഥത്തിൽ ഒരുപാട് ക്രൈസിസ് നേരിടാനുണ്ട്. അത് വേറൊരു വിഷയമാണ്. സമുദായങ്ങളുടെ സമ്മർദ്ദം എന്നുള്ളത് കൂടെ പരിഗണിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് പോലെയല്ല. ഇപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ തന്നെ സമുദായ സംഘടനകൾ NSS ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഇപ്പോൾ KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും വി ഡി സതീശനായാലും പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. വി ഡി സതീശനുമായി ചില പ്രശ്നങ്ങളുണ്ട്, വി ഡി സതീശനുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സമുദായം എന്നുള്ള നിലയ്ക്ക് ജനറൽ സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ? അല്ല, പക്ഷേ കൂടുതൽ അടുപ്പമുള്ളത് രമേശ് ചെന്നിത്തലയുമായിട്ടാണ്. അതൊരു സൗകര്യപ്രദമായ ബന്ധമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇനി SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശനും താല്പര്യമുള്ള ഒരാൾ രമേശ് ചെന്നിത്തല, ആ താല്പര്യം എത്രമാത്രം പരിഗണിക്കുമെന്നറിയില്ല. ഇനി സഭകളുടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും, മുസ്ലിം സംഘടനകളുടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഈ മെസ്സേജുകൾ പോയി കഴിഞ്ഞിരിക്കും. ആരാണ് വേണ്ടത്? ഈ പാർട്ടി ഗ്രൂപ്പുകളുടെയും MLA-മാരുടെയും അപ്പുറത്ത് സമുദായ സംഘടനകളുടെ താല്പര്യങ്ങൾ കൂടി ഇപ്പോൾ ഹൈക്കമാൻഡിൽ എത്തിക്കാണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതെല്ലാം കൂടെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പരിഗണിക്കപ്പെട്ടാൽ ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ അങ്ങനെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമുദായ സംഘടനകളുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള വി.ഡി. സതീശൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അതായത് സമുദായ സംഘടനകളുമായിട്ട് നല്ല ബന്ധമാണ്, പക്ഷേ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല ഞാൻ. പരസ്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ സമുദായ സംഘടനകൾ ഒരിക്കലും വി.ഡി. സതീശനെ പിന്തുണയ്ക്കും എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് അതെല്ലാം ഇവർ പരിഗണിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അത് പരിഗണിക്കപ്പെട്ടാൽ സതീശന് അതൊരു നെഗറ്റീവ് മാർക്കായി മാറും. ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ ഭരണം എന്നത്. തുടർന്ന് അങ്ങോട്ട് കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും തുടർന്ന് അങ്ങോട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഒരു BJPയെ നേരിടാനുള്ള കരുത്ത് ആർജിക്കുന്നതിനുമെല്ലാം കേരളത്തിലെ ഭരണം എന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു പോപ്പുലർ മൻഡേറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് എന്തെങ്കിലും കോൺഗ്രസ് നേതൃത്വം ചെയ്യുമെന്ന് ഈ ഘട്ടത്തിലും നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഈ വിജയത്തിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് സമുദായ സംഘടനകൾക്കോ ഏതെങ്കിലും സമ്മർദ്ദ ഗ്രൂപ്പുകൾക്കോ വിരട്ടി നിർത്താവുന്ന അത്രയും അതിനേക്കാൾ അപ്പുറമാണ്. അതിനൊക്കെ എത്രയോ മുഖ്യമന്ത്രി എന്നുള്ളത് വിട്ടുകഴിഞ്ഞാൽ ഈ ഓഫ് കോഴ്സ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം 3 പേര് അവിടെ മുൻപന്തിയിലുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. അതിലൊരു തീരുമാനം എടുക്കേണ്ടി വരും കോൺഗ്രസ്സിന്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം എന്ന് പറയുന്നത് മന്ത്രിമാരുടെ പ്രശ്നമാണ്. അത് ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിസ്ഥാനം കൊടുക്കും എന്നതിൽ തുടങ്ങി കോൺഗ്രസ് മന്ത്രിസ്ഥാനം എങ്ങനെ വിഭജിക്കും എന്നുള്ളത് വരെ സാമുദായിക പരിഗണനകൾ ഇത് വലിയ ക്രൈസിസ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ ഈ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനമായിരുന്നു. മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഒരാളെ മന്ത്രിയാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള മട്ടിൽ അതിനെ ചിത്രീകരിക്കുകയും 5ാം മന്ത്രി എന്നുള്ള നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും വലിയ തോതിൽ കോൺട്രവേഴ്സി ആക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അവർ 27 സീറ്റിൽ മത്സരിക്കുന്നു, 22 സീറ്റിൽ ജയിക്കുന്നു. ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുമായിട്ട് ലീഗ് അവിടെ നിൽക്കുകയാണ്. അതുമാത്രമല്ല മലബാറിൽ കോൺഗ്രസ് നേടിയ വിജയത്തിനും പിറകിൽ വലിയ ചാലകശക്തിയായിട്ട് അവിടെ ലീഗുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ആവശ്യപ്പെടാതെ തന്നെ 5 മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥിതിവിശേഷം അവിടെയുണ്ട്. അതൊന്ന്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും അവർ 2 മന്ത്രിസ്ഥാനം ചോദിക്കും എന്ന് ഉറപ്പിക്കണം. RSP ഒരു മന്ത്രിസ്ഥാനം എന്തായാലും അവർക്ക് കൊടുക്കേണ്ടി വരും. CP ജോൺ, അതായത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പല സ്ട്രാറ്റജികളും നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവച്ച CP ജോണിനെ മന്ത്രിസഭയിൽ എടുക്കാതിരിക്കാൻ കഴിയില്ല. CP ജോണിനെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പൊതുവായ താല്പര്യമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് CP ജോണിന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൊടുത്തത്. അവിടെ വലിയ തോതിലുള്ള പ്രചരണം നടത്തി CP ജോൺ. അപ്പോൾ CP ജോണിനെ മന്ത്രിസ്ഥാനത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അനൂപ് ജേക്കബ് കഴിഞ്ഞ 2011 മുതൽ 2016 വരെ മന്ത്രിയായിരുന്നു, ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കോൺഗ്രസ് ഫേസ് ചെയ്യാൻ പോവുകയാണ്. 21 മന്ത്രിസ്ഥാനേ നിലവിലുള്ളൂ. അപ്പോൾ അതിനെ ബാക്കി വരുന്ന കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനങ്ങളിൽ സാമുദായിക സംവരണം ഉൾപ്പെടെയുള്ള സാമുദായിക പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ളത് പരിഗണിക്കാൻ വേണ്ടി അത് വേണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ പോലും അത് പലതരത്തിൽ പരിഹരിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പ്രശ്നം അധിക പ്രശ്നമായുള്ളത് ഒരുപാട് മുതിർന്ന നേതാക്കൾ വിജയിച്ചു വന്ന് സഭയിലെത്തിയിട്ടുണ്ട് എന്നാണ്. കെ മുരളീധരനുണ്ട്, KPCC അധ്യക്ഷനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, അങ്ങനെ ഒരുപാട് മുതിർന്ന നേതാക്കൾ, ശക്തനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പം സമുദായം തിരിച്ച് പറഞ്ഞാൽ കേരളത്തിലിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യുന്ന കോൺഗ്രസിലുള്ള നേതാക്കന്മാർ 3 പേരും നായന്മാരാണ്. വേറൊരു സമുദായക്കാരനെ കുറിച്ച് കോൺഗ്രസിന് തൽക്കാലം ചിന്തിക്കാൻ പറ്റില്ല. ഇതിനാകെ വ്യത്യസ്തമായൊരു ഒരു പ്രപ്പോസൽ ഇവിടെ നിലനിൽക്കുന്നത് രാഹുൽ ഗാന്ധി വന്ന് കാഷ്വലി പറഞ്ഞിട്ട് പോയൊരു കാര്യമാണ്. ഒരു കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി. എന്തായാലും അത് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹമാണെങ്കിലും ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹമാണെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഈ 3 നായന്മാരിൽ ഒരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുക എന്നുള്ള വഴിയേ ഉള്ളൂ. അതിനുശേഷമുള്ളത് പിന്നീട് മുഖ്യമന്ത്രിമാരുടെ ഈ ലൈനപ്പിലുള്ളതും മന്ത്രിമാരുടെ ലൈനപ്പിലുള്ളതും പ്രധാന നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഒപ്പം തന്നെ അവരെ മാത്രം പരിഗണിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരനാണെങ്കിലും തുടങ്ങിയ ആളുകളൊക്കെ തന്നെ അതിൽപ്പെട്ടതാണ്. പക്ഷേ കേരളത്തിലെ പ്രബലമായൊരു സമുദായമാണ് സവർണ്ണ വിഭാഗത്തിൽപ്പെട്ടവർ. കേരളത്തിലെ ഏറ്റവും പ്രബലമായൊരു സമുദായം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണ്. ഇപ്പോൾ ഈഴവ സമുദായം SNDPക്ക് ഉൾപ്പെടെ കോൺഗ്രസിനോടുള്ള വലിയ അസംതൃപ്തിക്ക് ഒരു കാരണമായി പറയുന്നത് അതാണോ കാരണം എന്നുള്ള വേറെ കാര്യം. കാരണമായി പറയുന്നത് കോൺഗ്രസ്
ഈഴവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നില്ല, അല്ലെ നേതൃത്വത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരം പരാതികളാണ് ഈ SNDP ഈഴവ സമുദായം ഉന്നയിച്ചത്. മാത്രമല്ല അതിലൊരു BJP ഫാക്ടർ കൂടിയുണ്ട്. BJP ഫാക്ടർ കൂടിയുണ്ട്. ഈഴവ സമൂഹത്തെ അട്രാക്ട് ചെയ്യാൻ അതൊരു ഒരു ക്യാമ്പയിനായി തീർന്നുകൂടെ. കാരണം LDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഒരു നായർ മേധാവി, നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പക്ഷെ അതവർക്ക് തടയിടാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തീയനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ആ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് തടയാൻ പറ്റുമായിരുന്നു. 10 മന്ത്രിമാർ നായന്മാരുണ്ടെങ്കിലും ഇതാ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ കാലത്ത് പതുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ കാലത്ത് ആണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പത്തെ മന്ത്രിസഭയിൽ ഈഴവ സമുദായം CPയുടെ 4 മന്ത്രിമാർ ഇനി അപ്പോൾ ഈ പരിഗണന കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീനിയോറിറ്റി മാത്രം പരിഗണിച്ചാൽ മതിയാവില്ല. സഭയിൽ എത്തിയിരിക്കുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ പരിഗണിക്കേണ്ടി വരും. ഇനി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മണലൂരിൽ നിന്ന് TN പ്രതാപൻ പരാജയപ്പെട്ടതോടുകൂടി ധീവര സമുദായത്തിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ, അതുപോലെ തന്നെ ഈ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിനെക്കുറിച്ച് UDF ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന, അത് മറ്റൊരു ദലിത് സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, K രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് അയച്ചതിന് ശേഷം OR കേളുവിനെ, പട്ടികവർഗത്തിൽപ്പെട്ട OR കേളുവിനെ 2 വകുപ്പുകൾ, 2 വിഭാഗങ്ങളിലും പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചു. പട്ടിക സമുദായത്തിൽ നിന്ന്, പട്ടിക ജാതിക്കാർക്കിടയിൽ നിന്നൊരു മന്ത്രി ഉണ്ടായില്ല. ഈ സർക്കാരിൽ ഇല്ല എന്നുള്ളതാണ് വലിയ പരാതിയായി ഉന്നയിച്ചത്. ഈ പരാതികൾ പരിഹരിക്കേണ്ടി വരും. അതിന് UDF ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ST വിഭാഗത്തിൽ നിന്നും SC വിഭാഗത്തിൽ നിന്നും മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെയ്യേണ്ടി വന്നു നിർബന്ധിതമായി. കാരണം വെച്ചാൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജയിച്ചു വന്ന ഒരാൾ ജയലക്ഷ്മി ആയിരുന്നു. ജയലക്ഷ്മി അങ്ങനെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രിയായി മാറി. പക്ഷേ ഇന്ന് അവർക്കൊരു ക്ലെയിമായി നിലനിൽക്കുന്നുണ്ട്. പട്ടികവർഗക്കാരുടെയും പട്ടികജാതിക്കാരുടെയും വിഭാഗത്തിൽ നിന്ന് 2 മന്ത്രിമാർ വേണമെന്നുള്ള ഒരു ക്ലെയിം. മാത്രമല്ല, ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കിടയിൽ 16 പേർക്കിടയിൽ 14ഓളം ആളുകൾ ഈ UDFൻ്റെ ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. വനിതകളുടെ പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. വനിതകൾക്കിടയിൽ നിന്ന് 9 പേര് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് സീനിയർ ലീഡേഴ്സാണ് പലരും. പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കഴിഞ്ഞ മന്ത്രിസഭയിൽ 3 പേർ വനിതാ വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മന്ത്രിസഭയിൽ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ മിനിമം 2 പേരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യേണ്ട ബാധ്യത ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതൊരു ഒന്നായി ചുരുങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വനിതാ ബില്ലിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള പരിഗണനകൾ കൂടി നൽകേണ്ടി വരും. അപ്പോൾ മാത്രമല്ല, മറ്റ് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും ഒക്കെ ഉള്ള പ്രാതിനിധ്യം കോൺഗ്രസിനും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ മുസ്ലിം ലീഗിന് 4-5 മന്ത്രിമാരുണ്ടായാൽ പോലും ആ പ്രാതിനിധ്യവും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വരും. യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. ഒപ്പം സീനിയർ നേതാക്കന്മാർക്ക് കൊടുക്കേണ്ടി വരും. ആ കൂടി 21 മന്ത്രിസ്ഥാനമേ ഉള്ളൂ. കോൺഗ്രസിന് കിട്ടാവുന്ന ഒരു 12 മന്ത്രിസ്ഥാനമാണ്. അപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിപ്പോൾ CPM ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ പാർട്ടി തീരുമാനമായിട്ട് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതവർ നേരിടാൻ പോകുന്നൊരു വെല്ലുവിളി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ബഷീർ എന്താ തോന്നുന്നത്? ഇപ്പോൾ 2011-16 കാലഘട്ടത്തിലുണ്ടായിരുന്ന 5 മന്ത്രിസ്ഥാനം എന്നുള്ളത് അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു കാരണവശാലും അവർക്ക് അനർഹമായൊരു സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ലെജിറ്റിമേറ്റായിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാവുന്നൊരു സംഗതിയാണ്. അവർ ജനങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ ആളുകളാണ്. മലപ്പുറത്തുനിന്നോ കോഴിക്കോടുനിന്നോ കണ്ണൂരിൽ കാസർഗോഡുനിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിന്നോ എറണാകുളത്തുനിന്നോ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ പ്രതിനിധികളായിട്ടല്ല അവരെടുത്തുന്നത്. ആ മണ്ഡലത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികൾ നിയമസഭയിലേക്ക് എത്തുക. അവർ 5 മന്ത്രിസ്ഥാനം എന്നുള്ളത് ആവശ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. മുമ്പുണ്ടായത് ഒരു കോൺട്രവേഴ്സി വീണ്ടും ജനറേറ്റ് 5 മന്ത്രിസ്ഥാനം ഇനി ഒരു ആവശ്യമായി ലീഗ് ഉന്നയിക്കേണ്ടി വരുമോ, അതോ ഒരു തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന നിലയിൽ അത് സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുമോ എന്നതാണ്. സ്വാഭാവികമായി അംഗീകരിക്കപ്പെടാനാണ് സാധ്യത. 20 സീറ്റ് ആണ് അന്നുണ്ടായിരുന്നത്. 22 സീറ്റ്, ഇന്ന് 22 സീറ്റുണ്ട്. 11.01% 8% നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന വോട്ട് ഷെയറും ഉയർന്ന സീറ്റ്. UDF സ്ഥാനാർത്ഥികളുടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള വിജയത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ലീഗ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന ഒരു നേരത്തെ 2 തവണ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ലീഗ് ആവശ്യപ്പെടുന്നില്ലെങ്കിൽ
5 മന്ത്രിസ്ഥാനം എന്നത് സ്വാഭാവികമായി ലീഗിന് കിട്ടേണ്ട ഒരു കാര്യമായി പരിഗണിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ പോലും സുനിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് സ്വന്തം നിലയിൽ തന്നെ ഒരു മുസ്ലിം മന്ത്രിയെ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ CPM പോലെയോ LDF പോലെയോ അല്ല അക്കാര്യത്തിൽ UDF ഒരു പെരുമാറ്റം. UDF ഇതെല്ലാം ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റും എന്ന സാഹചര്യം ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ 5 മന്ത്രിസ്ഥാനം എന്നത് ലീഗിന് ഇത്തവണ കോൺട്രവേഴ്സ്യൽ അല്ലാതെ തന്നെ അത് കടന്നു സ്വാഭാവികമായ ഒരു ക്ലെയിമാണ് അത് UDF അനുവദിച്ചു കൊടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് ഉപമുഖ്യമന്ത്രി സ്ഥാനം പോലുള്ള കാര്യങ്ങളാണ്. അത്തരമൊരു അവകാശവാദം ലീഗ് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത്തരം സാധ്യതകളില്ല എന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് അനുവദിക്കേണ്ടതാണെന്ന് തന്നെ. അതെ, അനുവദിക്കേണ്ടതാണെന്ന് തന്നെയാണ് എൻ്റെയും. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മലബാറിൽ മുസ്ലിം ലീഗാണ് കോൺഗ്രസിൻ്റെ ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ UDF വിജയത്തിൻ്റെ ഒരു പ്രധാന ശില്പി എന്ന് പറയുമ്പോൾ നമ്മൾ മധ്യ കേരളം മുതൽ അങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു തിരിച്ചുവരവ്, കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായിരുന്ന ക്രിസ്തീയ വിഭാഗം കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു സർജ് ഈ ഇലക്ഷൻ വിജയത്തിന് 102 സീറ്റ് എന്നുള്ളതിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ അക്കമഡേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല. സണ്ണി ജോസഫ് ഉണ്ടല്ലോ, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് സ്വാഭാവികമായി മന്ത്രിയായി മാറും. ഒരു മന്ത്രി എന്നുള്ളത് മതിയാവില്ല. കേരള കോൺഗ്രസിന് ജോസഫ് ഗ്രൂപ്പിന് 1-2 മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. ഒരു മന്ത്രിയോ ചീഫ് വിപ്പോ അതുപോലുള്ള പോസ്റ്റുകളാണ് കൊടുക്കാൻ സാധ്യതയുള്ളൂ. ചീഫ് വിപ്പ് എന്നുള്ള പോസ്റ്റും സ്പീക്കർ എന്നുള്ള പോസ്റ്റും ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള പോസ്റ്റും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ കൗണ്ട് ചെയ്യണം. ഇനി ഇതിന് പുറത്ത് ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാൻ സ്ഥാനം പോലുള്ള സ്ഥാനങ്ങളും ഉണ്ടാവും. മുമ്പ് പിന്നോക്ക സമുദായ കോർപ്പറേഷന് ക്യാബിനറ്റ് പദവി കൊടുത്തുകൂടായില്ല. മലബാറിൽ മുസ്ലിം ലീഗിന്റെ ഒരു ബലത്തിലാണ് UDF ഇത്രയും വലിയ വിജയം നേടിയത് എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന് തന്നെ ഒരു വലിയ തോതിലുള്ള എനർജി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് മലബാറിലുടനീളമുണ്ട്. മലബാറിലെ കേരളത്തിലുടനീളം മലബാറിലുമുണ്ട്. അതിലേക്ക് പ്രധാന പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തിരിച്ചുവരവാണ്. അതുകൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലെല്ലാം അത് വയനാട് 3 മണ്ഡലങ്ങൾ പോകുന്നു. ശൈല ടീച്ചറെ പോലൊരാൾ പോയിട്ട് പോലും പേരാവൂര് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അങ്ങനെ തിരുവമ്പാടി തിരിച്ചു വരുന്നു ഈ വിധത്തിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഹരിയാടൻ ഷൗക്കത്തിന്റെ ഒക്കെ ഭൂരിപക്ഷം വളരെ 1,00,000-ത്തിനടുത്ത ഭൂരിപക്ഷത്തിലേക്ക് മുകളിലാണ്, ആ ലെവലിലേക്ക് എത്തുന്നു. ഈ വിധത്തിൽ അത് ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ മാത്രം ഒരു എഫർട്ടിന്റെ റിസൾട്ട് അല്ല UDF മലബാറിൽ നേടിയത്. അതിൽ കോൺഗ്രസിന്റെ ഒരു അത് റീചാർജ് ചെയ്തു എന്നത് ചെയ്യുന്നതിൽ ഒരു സപ്പോർട്ടായി മാറിയത് ലീഗിന്റെ സംഘടനാ ബലമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ തിരിച്ചുവരവ് കൂടി സഭ തന്നെ നേരിട്ട് UDF ജയിപ്പിക്കണമെന്നുള്ള നിലയിലേക്കുള്ള അഭിപ്രായത്തിലേക്ക് വന്നു. അതുകൊണ്ട് അതെല്ലാം ഞാൻ ചോദിക്കുന്നത് ഉണ്ടായിരിക്കെ ഈ പറയുന്ന തിരിച്ചു വന്ന വിഭാഗങ്ങൾ, വലിയ തോതിൽ പിന്തുണച്ച വിഭാഗങ്ങൾ, ഇവരെയൊക്കെ അധികാരത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് UDF സംബന്ധിച്ച് അവരുടെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞ പോലെ UDF കോൺഗ്രസിൽ ജയിച്ചു വന്ന മുതിർന്ന നേതാക്കളുണ്ട്. അവരെ അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേര് പറയുന്നുണ്ടെങ്കിൽ അവർ നായർ സമുദായ അംഗങ്ങളാണ് എന്നുള്ള വസ്തുത അവിടെയുണ്ട്. പിന്നീട് മന്ത്രിസഭയിൽ സീനിയറായിട്ട് വരാൻ സാധ്യതയുള്ള 2-3 പേർ എടുത്തു കഴിഞ്ഞാൽ അവരും ഇതേ സമുദായത്തിലുള്ള അംഗങ്ങളാണ് എന്നുള്ള വസ്തുത അവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. LDF സംബന്ധിച്ച് ആ പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അംഗങ്ങളാണ്, പാർട്ടി നേതാക്കളാണ്, പാർട്ടി ഘടനയിൽ ഏതൊക്കെ തലങ്ങളിലുള്ളവരാണ് എന്നുള്ളത് വെച്ചിട്ട് അവർക്കത് അക്കോമഡേറ്റ് ചെയ്യാം. ഒരു പ്രയാസമില്ല. ഏതെങ്കിലും സമുദായത്തെ ഉൾക്കൊണ്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷേ UDF സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. UDF ഫേസ് ചെയ്യുന്ന ഈ അവസ്ഥയാണ് കുറെ കൂടി ജനാധിപത്യപരം എന്നും പറയേണ്ടി വരും. കാരണം ഇപ്പോൾ വിജയിച്ച MLA-മാരുടെ അല്ലെങ്കിൽ UDF കിട്ടിയ വോട്ടിന്റെ പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല, കേരളത്തിന്റെ സാമൂഹികമായൊരു പശ്ചാത്തലത്തിൽ, സാമൂഹികമായൊരു ഘടനയുടെ റിഫ്ലക്ഷൻ ഈ മന്ത്രിസഭയിലും ഈ നിയമസഭയിലും ഉണ്ടാവുക എന്നതാണ് പ്രാതിനിധ്യം എന്നുള്ളത്. ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാതിനിധ്യം. അപ്പൊ അത് സമുദായ പ്രാതിനിധ്യം എന്നൊരു വളരെ മോശപ്പെട്ട ഒരു പിന്തിരിപ്പനായൊരു ഏർപ്പാടാണെന്നാണ് നമ്മൾ ഈ പുരോഗമനവാദികൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം അത് നിയമസഭയ്ക്കുള്ളിലാണെങ്കിലും മന്ത്രിസഭയ്ക്കുള്ളിലാണെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യം.
അത് പലപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും കഴിയുന്നില്ല എന്നിടത്താണ് അവരുടെ പരാധീനത. കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണെങ്കിലും അത് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അവരെ അനുവദിച്ചു കൊടുക്കാറുമുണ്ട്. അത് വളരെ പോസിറ്റീവായൊരു സംഗതി തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. റൈറ്റ്. എന്തായാലും ആദ്യം കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിസ് 102 സീറ്റിൽ 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമ്പോൾ ആദ്യം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അതിൻ്റെ ഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ, അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള സന്തുലനത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ട മന്ത്രിസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, മറ്റ് പദവികളെക്കുറിച്ച് ചിന്തിക്കാൻ ഒക്കെ. എന്തായാലും 102 സീറ്റ് നേടി വലിയ വിജയം നേടി, ഉജ്ജ്വലമായ വിജയം നേടി വരുമ്പോഴും UDFനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ചെറുതല്ലാത്ത പ്രതിസന്ധികൾ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ മുന്നിലുണ്ട് എന്ന് കാണാതിരിക്കുക വയ്യ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.